കസാക്കിസ്ഥാൻ, റഷ്യ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ ചിലവിൽ MBBS പഠനത്തിന് 24 സ്റ്റഡി അബ്രോഡ് സ്പോട്ട് അഡ്മിഷൻ സൗകര്യം ഒരുക്കുന്നു. സെപ്റ്റംബർ ഇൻടേക്കിലേക്കുള്ള കോഴ്സിലേക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ നേരിട്ടെത്തി അഡ്മിഷൻ നടത്തുന്നു. ഓഗസ്റ്റ് 2 ഗോകുലം ഗ്രാൻഡ് കോഴിക്കോട്. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9001900156 8000800120. A rare total solar eclipse lasting over 6 minutes will be visible across Europe, North Africa and Middle East. പ്രകൃതിയുടെ ഓരോരോ പ്രതിഭാസങ്ങളെ. നിനക്ക് കോളേജ് ഒന്നുമില്ല? സമരം. സമരോ? എന്തിന്റെ സമരം? ആരുടെയോ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെയുള്ള സമരം. നീ ഈ സമരത്തിലൊന്നും പങ്കെടുക്കാറില്ലേ? പിന്നെ എനിക്കൊന്നും വയ്യ, പോലീസ് അറിയാൻ തല്ലു മേടിക്കേ. സാമൂഹ്യ ബോധമില്ലാത്തവൻ. അതെ, എനിക്ക് രാഷ്ട്രീയമില്ല, രാഷ്ട്രബോധമേ ഉള്ളൂ. ഏതോ ഒരു സിനിമയിലോ കാണല്ലോ. അത് ഞാൻ അഡാപ്റ്റ് ചെയ്തെടുത്ത്. നീ പോയെ. ഇതറിഞ്ഞ എന്ത്? 2027 ഓഗസ്റ്റ് 2 സോളാർ എക്ലിപ്സ് 6 മിനിറ്റോളം നീണ്ടു നിൽക്കും. 6 മിനിറ്റാ? 6 മിനിറ്റ് ഭൂമി ഇരുട്ടിലായിരിക്കും. 21ാം നൂറ്റാണ്ടിൽ സംഭവിക്കുന്ന ഏറ്റവും ദൈർഘ്യമേറിയ സൂര്യഗ്രഹണമാണ് ഇത്. കണ്ണും വിളിച്ച് ഇങ്ങനെ അങ്ങ് നോക്കരുത്, അടിച്ചു പോവും. അതെ, അടിച്ചു പോവും. അതുകൊണ്ട് സോളാർ ഫിൽറ്റർ മേടിച്ച് വേണം നോക്കാൻ. കൂളിംഗ് ഗ്ലാസ് ഇട്ട് നോക്കിയാലേ അടിച്ചു പോവും കണ്ണ്. ഞാൻ എന്തായാലും കാണും. പാറുവിനെ ഒന്ന് കാണിക്കണം. നമുക്ക് ഈടായിട്ട് ഈ ശാസ്ത്രബോധം, ഈടായിട്ടെന്നല്ലേ, ശാസ്ത്രബോധം ഇല്ല. ശാസ്ത്രബോധം പോയിട്ട് ബോധം പോലെ ആക്കില്ല, പിന്നെയാണ്. ഒന്നല്ലേ ബോധമില്ലാത്ത. എന്താ ടൈമിങ്? ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. 2-3 ദിവസമായിട്ട് ഇച്ചിരി മര്യാദയൊക്കെ ഉണ്ടല്ലോ. ഗുഡ് ഈവനിങ് പറഞ്ഞാൽ തെറ്റായോ? പറഞ്ഞിട്ടൊന്നും ഒരു തെറ്റുമില്ല, കറക്റ്റ് തന്നെ. ഗുഡ് ഈവനിങ്. നിനക്കിട്ടുള്ള പണിയാണല്ലോ കേശുവേ. ചേട്ടാ, ഈ വൈക്കം മുഹമ്മദ് ബഷീർ ആരാ? വൈക്കം മുഹമ്മദ് ബഷീർ ആരാന്ന്? ബേപ്പൂർ സുൽത്താൻ. എന്തിരി? പുള്ളി അങ്ങനെയും വിളിക്കും. അദ്ദേഹം മലയാളത്തിലെ ഒരു മഹാനായ എഴുത്തുകാരനാണ്. അദ്ദേഹം ഒരുപാട് കഥകളും നോവലുകളും ഒക്കെ എഴുതിയിട്ടുണ്ട്. മലയാളത്തിൽ അദ്ദേഹത്തിനെ പോലെ ഒരു എഴുത്തുകാരൻ ഇന്നേ അവരെ ഉണ്ടായിട്ടില്ല. അല്ല, ലോകത്തിൽ അദ്ദേഹത്തെ പോലെ എഴുത്തുകാരൻ ഇന്നേ അവരെ ഉണ്ടായിട്ടില്ല. അല്ല, മക്കളെന്തിപ്പോ ചോദിച്ചേ? ചുമ്മാ ചോദിച്ചതാ. ഭയങ്കര ഫേമസ് ആണല്ലേ? ഫേമസ് ആണോന്നാ? മക്കളെ, നീ ഇപ്പൊ പഠിക്കാൻ തുടങ്ങിയല്ലേ ഉള്ളൂ. കുറച്ചുകൂടെ കഴിയുമ്പോ കുറച്ചുകൂടെ അറിവ്. ചേട്ടാ, ചേട്ടൻ ബാക്കി പറ. ബാക്കി എന്തിനു പറയും? ബാക്കി പറ. അതൊക്കെ മക്കൾക്ക് പിന്നെ പറഞ്ഞുതരാം. അപ്പൊ നീ വന്നല്ലേ ഉള്ളു, പോയി കുളിയല്ലേ. പറഞ്ഞു കൊടുക്കടാ. പിന്നെ പറഞ്ഞു കൊടുക്കാടി. പറഞ്ഞേട്ടാ. അത് തന്നെ, പറഞ്ഞു കൊടുക്ക. നീയല്ല കുറച്ചു മുന്നേ പറഞ്ഞ ഇവക്ക് അറിവില്ല, ബോധമില്ല, വിവരമില്ല, ഒന്നും പഠിക്കുന്നില്ല, വിദ്യാഭ്യാസം ഇല്ല എന്നൊക്കെ. കുറച്ചുന്നെ പറഞ്ഞോളൂ. ഇത്രയൊന്നും ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ ചേച്ചിയാണ് പറഞ്ഞത്. ഞാൻ നിനക്ക് മറ്റേ സൂര്യഗ്രഹണം കാണിച്ചു തരണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇപ്പൊ എന്തായാലും വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥയല്ലേ, അതൊക്കെ നമ്മൾ പറഞ്ഞുതരാം. നീ കൊടുച്ചല്ലേ. ഞാൻ മിണ്ടൂലേ. എന്താണ് യേശു? പിന്നെ ചോദിക്കുമ്പോ ചാടിക്കാര് പറഞ്ഞു കൊടുക്കാനൊന്നും പറ്റൂല. കുറച്ച് ചാടയൊക്കെ ഇടണ്ട. പിന്നെ ആ പീക്കിരി കൊച്ചിന്റെ മുന്നിൽ നീ ചാടിടാൻ പോണ്. പിന്നെ നീ അങ്ങ് പറഞ്ഞു കൊടുക്കാൻ. ഞാൻ മലയാളം പഠിച്ചിട്ടില്ല, ഞാൻ 8ാം ക്ലാസ് വരെ മലയാളം പഠിച്ചുള്ളൂ. അന്നെന്താ അദ്ദേഹത്തിന് അറിഞ്ഞൂടെ വൈക്കം മുഹമ്മദ് ബഷീറിന്? എടാ, നീയല്ലേ മലയാളം ലിറ്ററേച്ചർ എടുത്തേക്കുന്നത്, ഞാനല്ലല്ലോ. പിന്നെ നീയാണല്ലോ ഈ കുടുംബത്തിന്റെ ഒഫീഷ്യൽ സാഹിത്യ എൻസൈക്ലോപീഡിയ. അതിന് ഇവരെ എവിടെ നിന്ന് അറിയാതെ? ഇവൻ കാണിക്കുന്ന മൊത്തം ഷോ അല്ലേ? തന്നെ ഷോ തന്നെ. എടാ, ഈ അറിവ് എന്നുള്ളത് പകർന്നു കൊടുക്കാനുള്ളതാണ്. നമുക്കുള്ള അറിവ് നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. പകർന്നു കൊടുത്തോളാം ഞാൻ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.